പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിക്ക് CMA കോഴ്സിലോട്ട് വരുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഡൗട്ടുകൾ, എക്സാം കഴിഞ്ഞ് ഉണ്ടാകുന്ന നോർമൽ ഡൗട്ടുകൾ ഈ കോഴ്സിലോട്ട് വരുമ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ കൂട്ടിലത് പ്രൊഫിൻസ് പെരിന്തൽമണ്ണയുടെ CEO ജമീൽ സാറാണ്. മൈസെൽഫ് ഹാരിസ് അമീൻ, അക്കാദമിക് ഹെഡാണ് പ്രൊഫിൻസിൻ്റെ. ജമീൽ സാർ, ഈ ഒരു സമയം കുട്ടികൾ എക്സാം കഴിയുന്നു, റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു. സോ അവരുടെ കോഴ്സുകളെ പറ്റി അന്വേഷിക്കുന്നു. സോ പ്ലസ് ടു കഴിഞ്ഞ, പ്രത്യേകിച്ച് കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾ കൂടുതലായിട്ട് വരുന്നൊരു കോഴ്സാണ് CMA. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ CMA കുറിച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാതെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുട്ടികൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ടാവും, നമുക്ക് വരുന്ന എൻക്വയറീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒന്ന് അഡ്രസ്സ് ചെയ്ത രീതിയിൽ നമുക്ക് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ തുടങ്ങുന്നത്? വളരെ കാഷ്വലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം സാറ് പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിട്ട് CMA എടുക്കാൻ ഉദ്ദേശിച്ച് വരുന്ന കുട്ടികൾക്കുള്ള ഒരു ഡൗട്ട് ക്ലിയറിങ്. ഫസ്റ്റ് നമുക്ക് കോഴ്സ് സ്ട്രക്ചറിനെ പറയാം. ഇപ്പോൾ CMA ലെവൽ എങ്ങനെയാണ് വരുന്നുണ്ടാവുക, അതായത് CMA ഡ്യൂറേഷൻ ആൻഡ് കോഴ്സ് സ്ട്രക്ചർ. അതായത് കാരണം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് വളരെ ക്വിക്കായിട്ടൊന്ന് പറയാം. CMA 3 ലെവലാണ് വരുന്നത്. ഒന്ന് നമുക്കറിയാം CAT, എൻട്രി റൂട്ടായി വരുന്നത് CAT, സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ്, മൂന്നാമത് ഫൈനൽ. അപ്പോൾ 3 ലെവലാണ് CMA വരുന്നത്. ഇതിൽ ഓരോന്നും ഒന്നുകൂടെ പേപ്പർ വൈസ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സാർ തന്നെ അക്കാഡമിക് ഹെഡ് ആണല്ലോ, സാറിന് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പേപ്പറിലോട്ട് നമ്മൾ വരുമ്പോൾ CAT ആണ് നമ്മൾ എൻട്രൻസ് ലെവൽ എടുക്കുന്നത്. അവിടെ തന്നെ ഒരു ചോദ്യമുണ്ട്, CAT ഓർ ഫൗണ്ടേഷൻ. നമ്മളവിടെ CAT ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഫ്യൂച്ചർ വരുന്ന സബ്ജക്റ്റുകൾക്ക് ഏറ്റവും മാച്ചായിട്ട് CAT വരുന്നതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റിൽ. അതായത് അതിൽ സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട കേസ്, CMAക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് CMA ഫൗണ്ടേഷൻ എഴുതിയിട്ടും CMAക്ക് എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ CATും എൻട്രി ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പ്രൊഫിൻസ് ചൂസ് ചെയ്യുന്നത് CAT ആണ്. ചില സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ശരിക്കും CMA ഫൗണ്ടേഷണൽ പേരിലുണ്ട് അതല്ലേ ബെസ്റ്റ് എന്ന്. അപ്പോൾ നേരത്തെ ആരി സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ CATൽ വരുന്ന സബ്ജക്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ 4 സബ്ജക്റ്റേഴ്സ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 1, ആൻഡ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2 എന്ന് പറയുമ്പോൾ ചെറിയ കോസ്റ്റിങ്ങിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് പറയുമ്പോൾ അതിൽ DT GST ആണ്. പിന്നെ ലോ. ഈ പേപ്പേഴ്സ് ഒക്കെ നോക്കി നമ്മൾ ഗ്രൂപ്പ് 1 നോക്കുമ്പോൾ അത് തന്നെയാണ് പഠിക്കുക. ഗ്രൂപ്പ് 1 എക്സാക്ട്ലി 4 പേപ്പേഴ്സാണ് നമുക്ക് ഗ്രൂപ്പ് 1 എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ബേസായി നമുക്ക് തോന്നിയത് CAT തന്നെയാണ് ബെറ്റർ. പക്ഷെ CAT നമ്മൾ വെറുതെ ഒരു ഒന്നുകൂടെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ CAT കൊടുക്കണം. ഇപ്പോൾ സർക്കാർ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ തവണ റിസൾട്ട് ഒക്കെ CATൽ എനിക്ക് തോന്നുന്നു 200 CATൽ 200 പാസ് മാർക്ക്. അതിലിപ്പോ 150 അബോവിനെ നമുക്കൊരു 37 പേർക്കാണ് സിംഗിൾ ബ്രാഞ്ചിൽ നിന്ന് പെരുന്തൽമണ്ണ മാത്രം നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് 150 അബോവ് ഒരു 37 സ്റ്റുഡൻസിന് സിംഗിൾ അറ്റംപ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് റാങ്കുകൾ, ഒരു ക്ലാസ് തന്നെ 3 റാങ്ക്. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തെ റാങ്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 10ഓളം സ്റ്റുഡൻസിന് CATൽ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, റാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ക്ലാസ് CAT എടുക്കുമ്പോൾ പോലും നമ്മളതിന് എൻട്രൻസ് ആയിട്ടല്ല കൊടുക്കുന്നത്. അക്കൗണ്ടൻസി എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസ്. കോസ്റ്റിംഗ് എടുക്കുമ്പോൾ അവർക്ക് ഇന്റർലോട്ട് കിട്ടേണ്ട ഒരു നല്ല ബേസ് അവിടെ കൊടുക്കും. ബുക്കിലുള്ളത് മാത്രം ഒതുങ്ങി MCQ ഓറിയന്റഡ് അല്ല നമ്മൾ കൊടുക്കുന്നത്. ക്ലാസ് സീരിയസ് ആയി കൊടുത്ത് ഒരു എക്സാമിനോട് എടുക്കുമ്പോൾ അവർക്ക് MCQ വരെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ സാറ്റർഡേ കംപ്ലീറ്റ് GST ബുക്ക് ഒന്ന് മറിച്ച് നോക്കി അറിയാം, ലോ ഏരിയ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഏരിയക്ക് ഡീപ്പായി എടുത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് MCQ പ്രാക്ടീസ് ചെയ്യും. അടുത്ത സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവുക, CAT എപ്പോഴായിരിക്കും എക്സാം ഉണ്ടാവും. ഇപ്പോൾ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് അഡ്മിഷൻ കുട്ടികൾ വരുന്ന മെയിൽ വരുന്ന കുട്ടികൾ ഈ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ ഇനി ഡിസംബറിലാണ് CAT എക്സാം എഴുതാൻ പോകുന്നത്. നമ്മളൊരു ബാച്ച് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എഴുതാൻ പോവുകയാണ്, നേരത്തെ അഡ്മിഷൻ ഇനി എടുക്കുന്ന കുട്ടികൾക്ക് ഡിസംബറിലാണ് CAT എഴുതാം. ഡിസംബർ ആകുമ്പോഴേക്കും 4 പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് ഡിസംബറിൽ എഴുതാം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരുന്നത്, ഡിസംബറിൽ അവർ CAT ഒരു എക്സാം നമ്മൾ എഴുതി. എക്സാം കഴിഞ്ഞ ഉടനെ റിസൾട്ട് 1 വീക്കിനുള്ളായിരിക്കും. പക്ഷേ എക്സാം കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് തുടങ്ങുകയാണ്, CMAയുടെ അവരുടെ നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കും റിസൾട്ടിൽ. ക്ലാസ്സിലൊരു മേ ബി 100%, വളരെ റയറായിട്ട് 2 കുട്ടികളൊക്കെ മേ ബി, പക്ഷേ 100% റിസൾട്ട് നമുക്ക് ഉണ്ടാവുന്നത്. നമ്മൾ നേരെ ഇന്ററിൻ്റെ ക്ലാസ്സിലോട്ട് കിടക്കുന്നു. ഇന്ററിൽ പിന്നെ നമുക്ക് അവിടെ 4 പേപ്പർ. ഈ 4 പേപ്പർ രസകരമാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, DT and GST ആൻഡ് കമ്മിങ് ടു ലോ. ഇത് 4 ഗ്രൂപ്പ് 1 വരുന്നത്. പിന്നെ ഗ്രൂപ്പ് 2 പേപ്പേഴ്സ് ഇതിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു വോളിയം വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒന്ന് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഫസ്റ്റ് പേപ്പർ, പിന്നെ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് വരുന്നു, പിന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് വരുന്നു, പിന്നെ FM and BD. അതായത് നമ്മൾ സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ CMA ഇന്ററിന്റെ സബ്ജക്ട്സ് പറയുകയാണെങ്കിൽ CMA ഇന്ററിൽ 2 ഗ്രൂപ്പുകളാണുള്ളത്, ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1 വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റിംഗ്, ലോ, ടാക്സ്. ഗ്രൂപ്പ് 2 ആണെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, OPM and SM, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് BDA, ആൻഡ് ലാസ്റ്റ് വൺ വീണ്ടും കോസ്റ്റിങ്ങിന്റെ MA കോസ്റ്റിംഗ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഇനി നമുക്കൊരു സാർ ഇതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്, എത്ര മാർക്കാണ് പാസ് ആവേണ്ടത്. ഇതിന്റെ ഒരു ഡ്യൂറേഷൻ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി സാർ അല്ലേ. ഒരു CAT കഴിഞ്ഞ ഒരു 6 മന്ത് ഗ്രൂപ്പ് 1, അഗൈൻ ഒരു 6 മന്ത്
ഗ്രൂപ്പ് നേരത്തെ പ്രിപ്പറേഷൻ ചെയ്ത സ്റ്റുഡൻസിന് വേണമെങ്കിൽ ബോത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ എഴുതാൻ പറ്റും. എഴുതാൻ. അപ്പോൾ ഒരു 1.5 വർഷം കൊണ്ട് എന്ത് കഴിയുന്നു? മാക്സിമം 1.5 വർഷം കൊണ്ട് കാറ്റ് പ്ലസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പാസ് മാർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. പൊതുവേ കുട്ടികൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ CMAയുടെ പാസ് മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 100-ൽ ഒരു പേപ്പർ 100-ൽ എക്സാം എഴുതുമ്പോൾ 40 മാർക്കാണ്. 40 മാർക്ക് പഠിച്ച പേപ്പർ പാസ്സായി. പക്ഷേ എന്നാൽ 4 പേപ്പർ ഒരുമിച്ച് തന്നെ എക്സാം എഴുതും. +2-ൽ അങ്ങനെ ഒരു ശീലം അവർക്ക് ഉണ്ടാവില്ല. ഒരു പേപ്പർ എഴുതിയ പാസ്സാവും. ഇവിടെ അങ്ങനെയല്ല, 4 പേപ്പർ ഒരുമിച്ച് എഴുതും. 4 പേപ്പറിൽ മിനിമം എത്ര മാർക്ക് വേണം? 40 മാർക്ക്. 40 മാർക്ക് വേണം. അപ്പോൾ 4 പേപ്പറിൽ 40 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 160 മാർക്ക് പഠിച്ച ഒരു പാസ്സാവില്ല. ഒരു ക്രൈറ്റീരിയോട് അവിടെ വെക്കുന്നത് എന്താ ക്രൈറ്റീരിയ? ഗ്രൂപ്പ് മിനിമം. അതായത് 50% മാർക്ക്. അപ്പോൾ 200 മാർക്ക് അവർക്ക് 400 അതായത് നമുക്കറിയാം 4 സബ്ജക്റ്റ് ആകുമ്പോൾ 4x100 ഔട്ട് ഓഫ് 400-ൽ 200 മതി പാസ്സാവാൻ. പക്ഷെ ഓരോന്നിലും എന്ത് ചെയ്യണം? ഇൻഡിവിജ്വലി 40%. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ശരിക്കും CMA ടഫ് ആകുന്നത്. ഒരു കുട്ടി ഒരു പേപ്പറിൽ 40-ന് താഴെ പോയാൽ എന്ത് ചോദ്യം? 40-ന് താഴെ പോയാൽ ആ ഗ്രൂപ്പ് ഫെയിലാണ്. നീ അല്ലെങ്കിൽ നമുക്ക് 60 above കിട്ടുകയാണെങ്കിൽ 60 above കിട്ടുകയാണെങ്കിൽ എക്സംഷൻ എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ ഉണ്ട്. 60+ കിട്ടുകയാണെങ്കിൽ പിന്നെ കുട്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. 4 പേപ്പർ എക്സാം എഴുതി എളുപ്പമുള്ള ഒരു പേപ്പർ മേ ബി ലോ ഓർ മേ ബി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബേസ്ഡ് ഓൺ അവരുടെ കാറ്റൊക്കെ എത്ര നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ അവർ 60 മേടിച്ചാൽ പിന്നെ 3 പേപ്പർ എഴുതിയാൽ മതി. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ കുട്ടികൾ എനിക്ക് തോന്നുന്നു എപ്പോഴും അന്വേഷിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. 4 പേപ്പർ എഴുതി ഒരു പേപ്പർ തോറ്റ എല്ലാം തോൽക്കില്ലും ചോദിക്കുന്നതോട് മറുപടിയാണ് അങ്ങനെ തോൽക്കില്ല. 60 മേടിച്ചാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ആ പേപ്പർ എഴുതണ്ട, ബാക്കി 3 എഴുതിയാൽ മതി. അപ്പോൾ കാറ്റ് കഴിഞ്ഞു, ഇന്റർ കഴിഞ്ഞു, അടുത്ത സ്റ്റേജ് എങ്ങനെ വരുന്നത്? അടുത്ത ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന് നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾ ഫൈനലിലോട്ട് വരും. പിന്നെ ഫൈനൽ കഴിഞ്ഞിട്ട്, അതായത് ഫൈനൽ ക്ലാസ് കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് എക്സാം എഴുതി എന്നിട്ട് ആർട്ടിക്കിൾ പോകുന്നവരുണ്ട്. എന്തായാലും നമ്മൾ ഈ ആർട്ടിക്കിൾ ഫെസിലിറ്റി നമ്മൾ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റേൺഷിപ്പ് 15 മാസമാണ് നമുക്ക് ഇന്റേൺഷിപ്പ് വരുന്നത്. നമുക്ക് തന്നെ എന്ത് ചെയ്യാം? അത് നമ്മൾ തന്നെ എല്ലാ അസിസ്റ്റും അവർ കൊടുക്കണം. അത് ചെയ്യാൻ എല്ലാ കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പഠിത്തവും നമ്മൾ ഈവൻ ഓൺലൈനൊക്കെ വളരെ അതിൻ്റെ കൂടെ സ്ട്രക്ചറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി. ഇത് രണ്ടും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചില കുട്ടികൾ നമ്മുടെ അടുത്ത് ഫൈനൽ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് നമുക്കറിയാലോ ബോത്ത് എഴുതണമെങ്കിൽ എന്ത് വേണം? കമ്പൽസറി ആയിട്ട് ആർട്ടിക്കിൾഷിപ്പ് വേണം. അപ്പോൾ നമ്മുടെ കുട്ടികൾ പലരും ഫൈനൽ ബോത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യും. എന്നിട്ട് ഒരു ഗ്രൂപ്പ് അവർ എക്സാം എഴുതുള്ളൂ. എന്നിട്ട് പിന്നെ ആർട്ടിക്കിൾഷിപ്പിന് പോയിട്ട് അവർ എന്ത് ചെയ്യുള്ളൂ? ചില ആളുകൾ ബോത്ത് എഴുതുന്ന സ്റ്റുഡൻസും ഉണ്ടാവാറുണ്ട്. ചിലർ ബോത്ത് എഴുതുന്നുണ്ട്. ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ 2 ഗ്രൂപ്പുകളായിട്ട് 4 സബ്ജക്ട് ഫൈനൽ തന്നെ ടോട്ടൽ 8 സബ്ജക്റ്റാണ് വരിക. സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ചോദിക്കുകയാണ് CMA എത്ര സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത് ചോദിച്ചാൽ ഞാൻ പറയും 20 സബ്ജക്ട്സ്. അതായത് കാറ്റ് 4, ഇന്റർ 8 സബ്ജക്ട്സ് ആൻഡ് ഫൈനൽ ടോട്ടൽ 20 സബ്ജക്ട്സ് ആണ്. ഡ്യൂറേഷൻ ചോദിക്കുകയാണെങ്കിൽ 3 year. ആവറേജ് 3 വർഷം കൊണ്ട്. എന്നാൽ എനിക്കൊന്ന് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് പഴയ 3 വർഷമുള്ള BCom ഉള്ള സമയത്ത് BCom കഴിയുന്നതിന് മുമ്പ് CMA കഴിഞ്ഞവരുണ്ടായിരുന്നു. 2.5 വർഷം കൊണ്ട് കഴിയുന്നുണ്ട്. എന്നാലും ഒരു സാറ് പറഞ്ഞ ഒരു ആവറേജ് 3 year 3 വർഷം. കാരണം ഇന്റേൺഷിപ്പ് അടക്കം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 വർഷം കൊണ്ട് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം? CMA പ്ലസ് BCom എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നോർമലി സ്റ്റുഡൻസിന് വരുന്ന അടുത്തൊരു കൺസേൺ ആണ്, CMA ഒരു ടഫ് കോഴ്സ് ആണോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് CMA പറ്റുമോ? +2-ൽ എനിക്ക് ഇത്ര മാർക്കാണ്, അല്ലെങ്കിൽ 10th എൻ്റെ മാർക്ക് ഇത്ര A+ ഉണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ സയൻസാണ് +2 എടുത്തിട്ടുള്ളത്. അപ്പോൾ CMAൻ്റെ ഒരു ടഫ്നെസ്, അല്ലെങ്കിൽ സാർ എത്ര ഹവേഴ്സ് നമ്മൾ പെർ ഡേ ഒരു ദിവസം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ സാർക്ക് എന്തായാലും ആഡ് ഓൺ ചെയ്യാനുള്ളത്? ഇതിൽ ഇവർ പറയുന്നവരുടെ മാർക്ക് പെർസെൻറ്റേജ് ഫുൾ A+, അതൊക്കെ ഒരു സപ്പോർട്ടാണ് ആക്ച്വലി. കാരണം അവർക്ക് പഠിക്കുന്ന ശീലം ഉണ്ട് എന്ന് അർത്ഥം. സത്യത്തിൽ ഈ കോഴ്സിലോട്ട് വരുമ്പോൾ എന്തുണ്ടാവണം എന്നുള്ളതാണ്, പഠിക്കുന്ന ശീലം ഉണ്ടാവണം എന്നുള്ളത്. അതിപ്പോൾ ഒരു 50% അടിച്ച് വാങ്ങിച്ചു വന്ന ബോയ്സ് പാസ്സായിട്ടില്ലേ? അപ്പോൾ ശീലം മാറ്റം വരിക എന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു IAS പോലെയോ അല്ലെങ്കിൽ ഒരു മറ്റൊരു എൻട്രൻസ് പോലെ നീറ്റ് പോലെയൊക്കെ ഒരു ഹെവി ഓളിയുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എക്സാം നടത്തില്ല. പക്ഷേ വോളിയം ഉണ്ട്. അതായത് പഠിക്കാനുള്ള വോളിയം കൂടുതലാണ്. പക്ഷെ നമുക്ക് പഠിച്ചാൽ കിട്ടും. അതായത് ഒരു സ്ട്രക്ചേർഡ് ആയ സ്റ്റഡി പലപ്പോഴും നമുക്ക് കണ്ടിട്ടുണ്ട്. വളരെ ബിലോ ആവറേജ് ആയ കുട്ടി ഈ കോഴ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പാസ്സാവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അവൻ ആദ്യത്തവണ നന്നായി പഠിക്കുന്നില്ല, രണ്ടാമത്തെ തവണ എത്തുമ്പോൾ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്റർമീഡിയറ്റ് എത്തുകയാണെങ്കിൽ ഇപ്പോൾ ഇന്റർമീഡിയറ്റിൽ 8 സബ്ജക്റ്റിൽ ശരിക്ക് ഒരു 3 വർഷം ഡിഗ്രിക്ക് പഠിക്കുന്നതിനേക്കായി എന്തുണ്ട്? ടോപ്പിക്കൽ പഠിക്കാനുണ്ട്, വോളിയം പഠിക്കാനുണ്ട്. പക്ഷേ കുട്ടികൾക്ക് അത് 1 വർഷം കൊണ്ട് എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇത്ര പേരെ പാസ്സാക്കുള്ളൂ അങ്ങനെയല്ല. ഇവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു 2 മണിക്കൂർ അന്ന് ക്ലാസ്സിലെടുത്ത കാര്യം ഡെയിലി 2 മണിക്കൂർ വീട്ടിലെത്തി പഠിക്കുന്നു. ഞാൻ അവധി ദിവസങ്ങളിലൊക്കെ അതൊന്ന് റിവൈസ് ചെയ്യുന്നു. നമ്മൾ നടത്തുന്ന മോക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ അവർ അറ്റൻഡ് ചെയ്യുന്നു. ഇങ്ങനെ പോകുന്നൊരു കുട്ടിക്ക് സ്റ്റഡിയിൽ വളരെ കംഫർട്ടായിരിക്കും. ഒരു 40 to 60 days. നമുക്ക് എനിക്ക് 50 ദിവസമൊക്കെ മാക്സിമം 60 ദിവസം വരെ മാക്സിമം. അപ്പോൾ ഒരു 40 ദിവസം 50 ദിവസം വരെ കുട്ടി ഈ കൺസിസ്റ്റൻ്റായി പഠിച്ചെന്നൊരു കുട്ടിയാണ്. പിന്നെ അവിടെ റിവിഷനാണ് ആക്ച്വലി അവർക്ക്, രണ്ടാമത് പഠിക്കലാണ്. അങ്ങനെ ചെയ്യുന്നൊരു കുട്ടി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചാൻസിൽ പാസ്സാവും. പിന്നെ ചില ആളുകൾ എന്തുകൊണ്ട് ഫസ്റ്റ് ചാൻസിൽ പാസ്സാവുന്നില്ല വെച്ചാൽ അവർ പഠിക്കുന്ന ഈ സ്റ്റഡിയിൽ മാത്രമായിരിക്കാം.
അപ്പോൾ അവർ പഠിത്തത്തിൽ ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് അവർക്ക് തോന്നാം, പഠിച്ച് മറന്നു പോകാം. അപ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ട് സാറ് പറഞ്ഞ പോലെ ഒരു സ്റ്റഡി ചെയ്യുന്ന ഒരാൾക്ക്, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി കുറച്ച് പഠിച്ചു പോവാം. സാറ് പറഞ്ഞ പോലെ ആദ്യം 2 മണിക്കൂറാണെങ്കിൽ സ്റ്റഡി, ആ ഒരു ഹാബിറ്റ് ആണല്ലോ. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സാധനം ചെയ്യുമ്പോൾ എന്തായാലും അവിടെ റിസൾട്ട് വരുന്ന സംശയമില്ല. ആൻഡ് സയൻസിനെ കുറിച്ച് സയൻസിനും തന്നെ സയൻസിനെ സംബന്ധിച്ചോളം അവർക്ക് ആകെ അറിയാത്ത ഏരിയ എന്ന് പറയുന്നത് എന്താണ് അക്കൗണ്ട്സ് ഏരിയ. പക്ഷെ എനിക്ക് തോന്നുന്നു അവരത് ജസ്റ്റ് ഒരു ബിഗിനിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കൊമേഴ്സിലേക്ക് ടോപ്പ് ആവും. കാണുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ അക്കൗണ്ട്സിന്റെ പേപ്പറിൽ ബേസ് ഇല്ല എന്നുള്ളൂ. അതൊരു 4-5 ദിവസത്തെ നമ്മൾ ശരിക്കും ഒരു ബേസ് തൊട്ട്, കാരണം +1 എന്താണോ ഡെബിറ്റ് ക്രെഡിറ്റ് പറയുന്നത് അതൊട്ടാണ് നമ്മൾ കഴിഞ്ഞ ബാച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4-5 ക്ലാസ് അല്ലെങ്കിൽ ഒരു വീക്ക് കൊണ്ട് ആരുടെ കൂടെ എത്തും, കൊമേഴ്സോട് എത്തും. ചില സമയത്തൊക്കെ അവർ കൊമേഴ്സുകാരെ മുന്നേ പോകണം കാണാം. സയൻസ് ഇസ് നോട്ട് എ മാറ്റർ. സയൻസ് എനിക്ക് തോന്നുന്നു വരണം എന്നാണ്. ഇപ്പം ഞാൻ പലപ്പോഴും ഫൈനലൊക്കെ എത്തുന്ന സമയത്ത് അതിൽ കുറേ ഫൈനലെത്താന്ന് പറഞ്ഞാൽ അറിയാലോ സാറേ, ഈ ഡിഫിക്കൽട്ടായ സ്റ്റേജ് സ്റ്റാഫ് സൈറ്റ് ചെയ്താണ്, അതിൽ കുറേ സയൻസുകാരെ കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം സയൻസുകാർ ഈസി ആയിട്ട് ഇത് പാസ്സാവുന്നുള്ളതാണ്. സാർ, അടുത്തതായിട്ട് സ്റ്റുഡൻസിനാണ് ഒരു കൺസേൺ, CMA പാസ്സായി കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതെല്ലാം ഫീൽഡിൽ അവർക്ക് എന്ത് ചെയ്യാം, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് സാർക്ക് പറയുന്നത്? നമുക്ക് ഇപ്പോൾ പൊതുവെ 3 ഏരിയയിലോട്ടാണ് കുട്ടികൾ പോവുക. ഒന്ന് അവരുടെ പ്രാക്ടീസിങ്, അത് CMA ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ആണ്. CS ആയാലും ഒന്ന് പ്രാക്ടീസിങ്. 2 എംപ്ലോയ്മെന്റ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ഫേം ഇടാം. കോസ്റ്റ് ഓഡിറ്റ്, അതുപോലെ തന്നെ മറ്റു GST വർക്കുകളൊക്കെ ആവാം. പിന്നെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയ എല്ലാ വർക്കുകളും ഇപ്പോൾ ഔട്ട്സോഴ്സിംഗ് ആണ്. ഇന്റേണൽ ഓഡിറ്റ്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ GST കാര്യങ്ങളാണെങ്കിലും പിന്നെ കമ്പനി ഇൻകോർപ്പറേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അതൊരു പ്രാക്ടീസിങ് മേഖല. പിന്നെ രണ്ടാമതായിട്ട് വരുന്ന എംപ്ലോയ്മെൻ്റ് ആണ്. എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാ എല്ലാ പ്രൈവറ്റ് മേഖലയിൽ ജോബുകൾ, അതിന് പുറമെ നല്ല പബ്ലിക് സെക്ടർ കമ്പനികളിൽ. ഇപ്പോൾ ചില എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഇന്ത്യൻ ഓയിലൊക്കെ എവറി 6 മന്ത് കൂടുമ്പോൾ ഇൻ്റർമീഡിയറ്റ് കുട്ടികൾ ആർട്ടിക്കിളായിട്ട് എടുക്കുന്നുണ്ട്, ഇന്റേൺഷിപ്പ് എടുക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം 15 രൂപ 16 രൂപ ഒരു സ്റ്റാർട്ടിങ് ഒരു ഇന്റേൺഷിപ്പിന് മാത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലർക്ക് അവിടെ പെർമനന്റ് ജോബ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെല്ലിൽ എടുക്കുന്നുണ്ട്. ഈവൻ എനിക്കൊന്ന് KSRTC വരെ ഒരിക്കൽ വിളിച്ചിരുന്നു, ക്വാളിഫൈഡ്സിനെ വിളിച്ച് 75,000 സ്റ്റാർട്ടിങ് 75,000 മന്ത്ലി സാലറി KSRTC വിളിച്ചു. ഇങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഓൾറെഡി ഒരു സെക്ടറിൽ കിടക്കുന്നുണ്ട്. പിന്നെ ബാങ്കിങ് മേഖലയ്ക്ക് വിളിക്കാറുണ്ട്. ബാങ്കിലൊക്കെ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വിളിക്കാറുണ്ട്, CMA കഴിഞ്ഞവരെ ഡയറക്റ്റ് വിളിക്കാറുണ്ട്, ബാങ്ക് സെക്ടറിലോട്ട് വിളിക്കാറുണ്ട്. പിന്നെ അതല്ലാത്ത എല്ലാ അക്കൗണ്ട്സ് മേഖല പ്രൈവറ്റ് ജോബുകളുണ്ട്. പിന്നെ വിദേശത്ത് പോകുന്ന കുട്ടികളുണ്ട് ഇത്രയും ക്വാളിഫിക്കേഷൻ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു എംപ്ലോയ്മെൻറ്റ് സെക്ഷൻ കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മറ്റൊരു ട്രെൻഡിങ് ടീച്ചിങ്, ഫാക്കൽറ്റി. ചിലർക്ക് ടീച്ചിങ് ഭയങ്കര പാഷനാണ്. അത് മേ ബി ആ ഒരു ക്ലാസ്സിലെ ഇൻട്രാക്ഷനോട് ചിലവർക്ക് തോന്നും ഒരു ടീച്ചർ ആവണമെന്നൊക്കെ. അങ്ങനെ ഒരുപാട് പേര് ടീച്ചിങ് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. കാരണം കുറേ സ്ഥാപനം, നമുക്കിന് ഒരുപാട് ബാച്ച്, നമ്മുടെ തന്നെ ചില സ്റ്റുഡൻറ്റ് കുട്ടികളൊക്കെ മെന്ററായി ഫാക്കൽറ്റി അസോസിയേറ്റ്, പിന്നെ അടുത്ത ഫാക്കൽറ്റി മെന്റർ ആകുമ്പോൾ തന്നെ ചിലർ നല്ല ഫീഡ്ബാക്ക് അങ്ങനെ ഒരു ഫാക്കൽറ്റി ആവാറുണ്ട്. അപ്പോൾ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി. എനിക്കൊന്ന് മെന്റർ ഓപ്പർച്യൂണിറ്റി ഒന്നുകൂടെ കൂടി അതായത് പഠിച്ചു കഴിഞ്ഞ്, അതായത് മുഴുവൻ പാസ്സാവേണ്ട, ഒരു ഗ്രൂപ്പ് പാസ്സായവർക്ക് ഒരു മെന്റർ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് പാസ്സായവർ അത് നല്ല സാലറിയിലാണ്. ബികോമിന് കിട്ടാത്ത സാലറിയാണ്. 18, 20, 20,000 ഒരു മെന്ററായിട്ട് പോലും ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 3 സെക്ഷൻ നമുക്ക് അവിടെ പറയാൻ പറ്റും ജോബ് ഓപ്പർച്യൂണിറ്റി. അതായത് ഇത്ര ഒരു അഷ്യൂർലി, അതായത് ജോബ് കിട്ടുമെന്നൊരു ഗ്യാരണ്ടിയിലൊരു കോഴ്സ് പഠിക്കാൻ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പറയാവുന്ന കോഴ്സുകൾ നമ്മൾ ഈ കൊമേഴ്സിൻ്റെ ഈസി ആയിട്ടുള്ള ഒരു ജോബ് ഗ്യാരണ്ടി കോഴ്സായിട്ട് നമുക്ക് CMA എന്തായാലും. CMA ആ പേരിലുണ്ടല്ലോ. ഇപ്പോൾ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അധിക കമ്പനികളിലും ഒരു ബഡ്ജറ്റിംഗ് ഫോർകാസ്റ്റ് ഏരിയയിൽ ഒരു പ്രൊഡക്റ്റ് ഇത്ര സെല്ലിംഗ് പ്രൈസ് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര പ്രൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രക്ക് സെല്ല് ചെയ്യണമെങ്കിൽ ഇത്ര കോസ്റ്റേ പറ്റുള്ളൂ. അപ്പോൾ അത് ഓഡിറ്റാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളാണെങ്കിലും എസ്പെഷ്യലി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ, അതുപോലെ പബ്ലിക് സെക്ടർ കമ്പനിയിലൊക്കെ നല്ല സ്കോപ്പ് അവിടെ ഉണ്ട്. ഇന്റേൺഷിപ്പായിട്ടും ഇപ്പോൾ നമ്മളോട് തന്നെ സ്റ്റുഡൻസ്, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ ബെൽ നില കമ്പനിയാണ് ഇപ്പോൾ ജിത്തു വർക്ക് ചെയ്യുന്നത്. ഫയൽ പാസ്സായി റാങ്ക് കൊടുക്കണമായിരുന്നു. ഓൾ കേരള ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. നല്ലൊരു പാക്കേജ് ആയിരുന്നു. ഇയർലി 21 lakh ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കൊന്നും അവൻ്റെ ലൈഫ് തന്നെ അതിൽ മാറി. ഫാമിലി മൊത്തം അതിൽ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഷോർട്ട് ടേം കൊണ്ട് ഒരു ജോബ് അഷ്യൂരിറ്റിയിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ ലൈഫ് മാറ്റാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ട് കുട്ടികൾക്ക് പറയാവുന്ന ഒരു കോഴ്സാണ് CMA കോഴ്സ്. അപ്പോൾ അതിന് സാർ നമ്മൾ CMA കോഴ്സിൻ്റെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒറ്റ ചോദ്യമേ ഉള്ളൂ, വൈ പ്രൊഫൈൻസ്? എന്തുകൊണ്ട് പ്രൊഫൈൻസ് CMA ചെയ്യണം? എന്തായിരിക്കും പ്രൊഫൈൻസിൻ്റെ പ്രത്യേകതകൾ? സാർ, നമ്മളിവിടെ CMA മാത്രമല്ല കൊടുക്കുന്നത്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരു 360 ഡിഗ്രി എംപ്ലോയബിലിറ്റി മൾട്ടിപ്ലയർ എന്ന് പറയും. അതായത് +2 കുട്ടിയോട് വരികയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സായ ഒരു CMA നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് 3 വർഷത്തെ BCom. ആ BCom നമ്മൾ IGNOU ആയിക്കോട്ടെ അല്ലെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഏത് യൂണിവേഴ്സിറ്റിയാണ് കുട്ടികൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ഇപ്പോൾ AI ബേസ്ഡ് സ്കിൽ ട്രെയിനിങ്
2 ബേസിക് സ്കിൽ ട്രെയിനിങ് ഉണ്ട്. ഒന്ന് നോർമൽ സ്കിൽ ട്രെയിനിങ്, അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ എസ്പെഷ്യലി AI എങ്ങനെ ഫൈനാൻഷ്യൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവരെ പഠിക്കുന്ന തിയറി, ഇപ്പോൾ ഇതിൽ നമ്മൾ സാർ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻകം ടാക്സ് GST ഒക്കെ പഠിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കലി ഫയൽ ചെയ്യുക, ഇൻകം ടാക്സ് അത് റിയൽ സൈറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൊടുക്കുന്നുണ്ട്. ആൻഡ് മോർ ഓവർ ഇത് പ്രാക്ടിക്കലി കൊടുക്കുന്നത് മാത്രമല്ല, ഇവർക്ക് വേണ്ട സോഫ്റ്റ്വെയർസ്, ഇപ്പോൾ സോഹോ അല്ലെങ്കിൽ ടാലി ബേസിക്സ്, ഇപ്പോൾ AI നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവർ BI, അഡ്വാൻസ്ഡ് എക്സൽ പോലത്തെ സോഫ്റ്റ്വെയർസ്. പിന്നെ അധികം പേർക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം പഠിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് എന്നാലും ഒരാൾ മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സോഫ്റ്റ് സ്കില്ല് കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ, പിന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. മോർ ഓവർ HR സെക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. മോർ ഓവർ നമ്മൾ ഇപ്പോൾ phase 2 നമ്മുടെ വലിയ ക്യാമ്പസ് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, അതായത് CMA ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്കുള്ള ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നമ്മുടെ ഇവിടെ വെച്ച് നടക്കും. അതായത് കമ്പനികൾ ഇവിടെ വന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക, പ്ലേസ്ഡ് ആക്കുന്ന ഒരു സിസ്റ്റം. ഓൾറെഡി നമുക്ക് CMA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്ലേസ്മെന്റ് ഉണ്ട്. അതിന് പുറമെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ CMA CAT മാത്രം, അല്ലെങ്കിൽ വെറും ഒരു CAT ഇന്റർ അങ്ങനെയല്ല. ഇവിടെ നമ്മളെല്ലാം ഒരു ഓൾ ടുഗദർ. ഇതുകൊണ്ട് ഞാൻ നേരത്തെ 360 ഡിഗ്രി എന്നുള്ളൊരു സാധനം എന്ത് ചെയ്തത്, മൾട്ടിപ്ലയർ എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞത്. വേറൊരു സ്കില്ല് ഉണ്ടാക്കാൻ ഇനി വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നേരെ ജോബിന് എന്ത് ചെയ്യാം, കയറാൻ. അല്ല CMA പഠിച്ചു കഴിഞ്ഞ് ഇനി വേറെ പഠിക്കുക അങ്ങനത്തെ സംഭവം ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ വരുന്നില്ല. ഒരു പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാം. 2010 മുതൽ CMA കോഴ്സ് പ്രൊഫിൻസ് കണ്ടക്ട് ചെയ്യില്ല. പ്രൊഫിൻസിന്റെ ലെഗസി പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഇനി പ്രൊഫിൻസിന് നമുക്ക് ആഡ് ചെയ്യേണ്ട സംഭവമാണ് റിസൾട്ട് ആൻഡ് ക്വാളിറ്റി. അപ്പോൾ നമുക്കിന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഇപ്പോൾ നമുക്ക് ക്യാമ്പസിൽ ഇപ്പോൾ പെരുന്തൽമണ്ണ ക്യാമ്പസ് മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ CMAക്ക് മാത്രം നമുക്ക് 10-ലധികം റാങ്കുകൾ വന്നിട്ടുണ്ട്. അതിൽ 2 റാങ്കുകൾ വന്നിട്ടുള്ളത് CMA ഫൈനലിലാണ്. കാരണം CMA ഏറ്റവും ടഫസ്റ്റ് വരുന്ന CMA ഫൈനലിലാണല്ലോ. അതിലടക്കം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ജിത്തു, ലേറ്റസ്റ്റ് ആണെങ്കിൽ മിർഷാന, എല്ലാ 6 മന്തിലും എല്ലാ 1 ഇയറിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ക്വാളിറ്റി, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആൻഡ് നമ്മുടെ മെൻറ്റേഴ്സ്, ഇതെല്ലാം വരുമ്പോൾ നമുക്ക് റിസൾട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും വരും. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 16 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ CMA പ്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ CMAനെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടി കൊടുത്തൊരു ഇനിഷ്യേറ്റീവ് നോക്കുകയാണെങ്കിൽ അത് പ്രൊഫിൻസ് തന്നെ മാത്രമായിരിക്കും.